ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 5% മുതൽ 10% കൂടുതൽ റാലി പല റെയിൽവേ സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. നമുക്കറിയാം, പല റെയിൽവേ സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 20 മുതൽ 40% വരെ ഡൗണായി നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ റാലിയുടെ കാരണങ്ങളും ഈ റാലി സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ബഡ്ജറ്റ് വരാൻ ഇനി ഏകദേശം 2 മാസത്തിൻ്റെ ഒരു കാലയളവാണുള്ളത്. അപ്പോൾ ബഡ്ജറ്റിൽ റെയിൽവേ വികസന പദ്ധതികളുടെ ഒരു വലിയൊരു കാപ്പക്സ് അലോക്കേഷൻ ഉണ്ടാകുമെന്ന് പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈയിടെ നടന്ന യൂണിയൻ ക്യാബിനറ്റ് യോഗത്തിൽ 7,927 കോടിയുടെ ഒരു റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിന് അനുമതി നൽകിയത് നമ്മൾ കണ്ടതാണ്. അത് റെയിൽവേ സ്റ്റോക്കുകളിൽ ഒരു ട്രിഗർ പോയിൻ്റായിട്ട് ഓൾറെഡി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ പ്രധാനപ്പെട്ട 3 പാതകളാണ് വരുന്നത്. ഒന്ന് ജാൽഗോൺ മാൻമഡ് 4th ലൈൻ, അതുപോലെ ഭുസാവൽ കാന്ത്വ 3rd and 4th ലൈൻ, അതുപോലെ പ്രയാഗ്രാജ് മാണിക്പൂർ 3rd ലൈൻ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് 3 ലൈനുകളും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലുള്ള 7 ഡിസ്ട്രിക്റ്റുകളിലൂടെ ഉള്ളൊരു റെയിൽവേ കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഒരു ഗുണം മുംബൈ, പ്രയാഗ്രാജ്, വാരാണസി റൂട്ടിൽ മൊത്തത്തിൽ ആ ഒരു കണക്ടിവിറ്റി ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ് ഇതിനെ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണം. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി റെയിൽവേയുടെ വികസന പദ്ധതികളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളാണ്. ഇത് കൂടാതെ റെയിൽവേ നിലവിൽ അജണ്ടയിലുള്ള ധാരാളം കീ പ്രൊജക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ PLI സ്കീമിൽ ട്രെയിൻ പാർട്സുകൾ നിർമ്മിക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. അതുപോലെ ഗതിശക്തിയുടെ ഒരു വലിയ പ്രൊജക്റ്റ് വരാൻ പോകുന്നുണ്ട്. ഇതുകൂടാതെ റീഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേ സ്റ്റേഷൻസ്, അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ മൾട്ടി ട്രാക്കിംഗ് പ്രൊജക്റ്റുകൾ പലതും ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള പ്രവർത്തന പുരോഗതിക്ക് വലിയൊരു കാപ്പക്സ് അലോക്കേഷൻ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ FY25 റെയിൽവേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2.62 ട്രില്യൺ ആണ്. അതായത് ഏകദേശം മൊത്തം ബഡ്ജറ്റ് അലോക്കേഷൻ്റെ 22% റെയിൽവേക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. FY24 അലോക്കേറ്റ് ചെയ്തതിനേക്കാൾ 2.7% അധികമായിട്ടാണ് FY25 അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു അലോക്കേഷനിൽ ഏകദേശം 452 റെയിൽവേ പ്രൊജക്റ്റുകളുണ്ട്. അതിൽ തന്നെ 153 പുതിയ ലൈനുകളാണ്, 42 ഗൈജ് കൺവേർഷൻ ഉണ്ട്. കൂടാതെ 227 ഡബിളിങ്ങും ആ ഒരു പ്രൊജക്റ്റിൽ വരുന്നുണ്ട്. ഏകദേശം 49,000 കിലോമീറ്റർ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഒരു അലോക്കേഷനാണ് നേരം നടന്നത്. അപ്പോൾ പ്ലാനിങ്ങിലും സാക്ഷനായിട്ടും എക്സിക്യൂഷനിലും ഒക്കെ നിൽക്കുന്ന മൊത്തം റെയിൽവേ പ്രൊജക്റ്റുകളുടെ ഒരു കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 7.33 ട്രില്യൺ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഇന്ത്യ കോച്ചുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും റാക്കുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും എമേർജിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ലെവലിലാണ് ഇന്ത്യ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഗതിശക്തി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 3 മേജർ റെയിൽവേ എക്കണോമിക് കോറിഡോർ വരുന്നുണ്ട്. അതിലൊന്ന് ഈസ്റ്റ് കോസ്റ്റ്, മറ്റൊന്ന് ഈസ്റ്റ് വെസ്റ്റ്, മറ്റൊന്ന് നോർത്ത് സൗത്ത് സബ് കോറിഡോർ. അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം 4,200 കിലോമീറ്ററിൻ്റെ ഒരു കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതൊരു വലിയ കാപ്പക്സ് ഡിമാൻഡ് ആവശ്യപ്പെടുന്ന ഒരു പ്രൊജക്റ്റാണ്. വരുന്ന ബഡ്ജറ്റിൽ റെയിൽവേ കാപ്പക്സ് അലോക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിട്ടാണ് റെയിൽവേ സ്റ്റോക്കുകളുടെ തിരിച്ചുവരവിന് കാരണമാകേണ്ടത്. എന്നാൽ പല റെയിൽവേ സ്റ്റോക്കുകളുടെയും നിലവിലുള്ള അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ റെയിൽവേയിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റുമായിട്ട് ഇത് എത്രമാത്രം മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ആദ്യം തന്നെ RVNL നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ ഏകദേശം 3% കൂടുതലുള്ള ഒരു റാലി അതിൽ നടക്കുകയുണ്ടായി. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 474 RVNLൻ്റേത്. 26% അതിൻ്റെ ഹൈയിൽ നിന്നും ഡൗൺ ആയിട്ടാണ് നമുക്കിപ്പോൾ RVNL കാണാൻ കഴിയുക. ഇതിൻ്റെ കറണ്ട് PE റേഷ്യോ 77 ഇൻഡസ്ട്രി PE 26 മീഡിയൻ PE കഴിഞ്ഞ 3 വർഷത്തേത് 19.75 പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 12.43 PEG റേഷ്യോ 3.94 അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ റേഷ്യോകളൊക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് എല്ലാ അർത്ഥത്തിലും ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പാരാമീറ്ററിലും ഇത് അണ്ടർ വാല്യൂഡ് ആയിട്ട് കാണാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റോക്കായുള്ള റെയിൽടെൽ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ അതിന്ന് 3.77% ഒരു മുന്നേറ്റം നടത്തി. ഇതിപ്പോൾ 451 എന്നുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ കാണുക. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 26% ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ PE 51, ഇൻഡസ്ട്രി PE 55, മീഡിയൻ PE 25 കഴിഞ്ഞ 3 വർഷത്തേത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 7.77 PEG റേഷ്യോ 3.48 അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതൊഴിച്ചാൽ മറ്റെല്ലാ പാരാമീറ്ററിലും ഇതും ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് ടെക്സ്മാക്കോ റെയിലാണ്. ഇത് ഇന്ന് 5% ഒരു മുന്നേറ്റമാണ്
ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 233 രൂപയാണ്. ഇതിൻ്റെ ഹൈയിൽ നിന്ന് 21% ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. കറണ്ട് PE 44ആണ്, ഇൻഡസ്ട്രി PE 45ആണ്, മീഡിയൻ PE 69 ആണ്, പ്രൈസ്ഡ് ബുക്ക് വാല്യൂ 3.47 ആണ്, PEG റേഷ്യോ 5.06 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും ഇൻഡസ്ട്രി PEയിൽ അണ്ടർ വാല്യൂഡ് ആണ് എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ പാരാമീറ്ററിലും ഇതും ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് IRFC ആണ്. ഇത് ഇന്ന് 5% ഒരു റാലി നടന്ന സ്റ്റോക്കാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 164 ആണ്. ഇത് അതിൻ്റെ ഹൈയിൽ നിന്ന് 28% ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കറണ്ട് PE 33 ആണ്, ഇൻഡസ്ട്രി PE 33 ആണ്, മീഡിയൻ PE 6.84 ആണ്, പ്രൈസ്ഡ് ബുക്ക് വാല്യൂ 4.19 ആണ്, PEG റേഷ്യോ 1.42 ആണ്. ഈ സ്റ്റോക്കും ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ് എല്ലാ പാരാമീറ്ററിലും നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ അത്ര ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. ഇത് 5% ഒരു റാലിയാണ് ഇന്ന് ഈ സ്റ്റോക്കിലുണ്ടായത്. കറണ്ട് പ്രൈസ് 235 ആണ്. അതിൻ്റെ ഹൈയിൽ നിന്ന് 32% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് PE റേഷ്യോ 24 ആണ്, ഇൻഡസ്ട്രി PE 26 ആണ്, മീഡിയം PE 3 വർഷത്തെ 10.23 മാത്രമാണ്, പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.59 ആണ്, PEG റേഷ്യോ 1.55 ആണ്. ഈ സ്റ്റോക്കും ഓവർ വാല്യൂഡ് ആണ്. ഇൻഡസ്ട്രി PE മാത്രമാണ് അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ PEG റേഷ്യോയും നമുക്ക് 1.55 എന്ന ലെവലിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇർക്കോൺ ഇൻ്റർനാഷണലും വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊരു സ്റ്റോക്ക് ചിറ്റഗാർ റെയിലാണ്. ഇതൊരു നോൺ PSU സ്റ്റോക്കാണ്. ഇത് ഇന്ന് 6.65% ഒരു റാലി ഇന്ന് നടക്കുകയുണ്ടായി. കറണ്ട് പ്രൈസ് 1313 രൂപയാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 30% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് PE 58 ആണ്, ഇൻഡസ്ട്രി PE 45 ആണ്, മീഡിയൻ PE 41.65 ആണ്, പ്രൈസ്ഡ് ബുക്ക് വാല്യൂ 7.51 ആണ്, PEG റേഷ്യോ 0.69 ആണ്. അപ്പോൾ ഈ സ്റ്റോക്കും മറ്റെല്ലാ പാരാമീറ്ററും ഓവർ വാല്യൂഡ് ആണെങ്കിലും PEG റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് 0.69 മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രോത്ത് സാധ്യത വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ PE കുറച്ചുകൂടി ന്യായീകരിക്കാവുന്ന ഒരു PE ആണെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് ജൂപ്പിറ്റർ വാഗൺസ് ആണ്. ഇത് ഇന്ന് 11% ഒരു റാലിയാണ് ഈ സ്റ്റോക്കിൽ നടന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 552 ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 26% ഈ സ്റ്റോക്ക് താഴ്ത്തു വന്നിട്ടുണ്ട്. കറണ്ട് PE 64.23 ആണ്, ഇൻഡസ്ട്രി PE 45 ആണ്, മീഡിയൻ PE കഴിഞ്ഞ 3 വർഷത്തെ 42 ആണ്, പ്രൈസ്ഡ് ബുക്ക് വാല്യൂ 9.17 ആണ്, PEG റേഷ്യോ 0.80 ആണ്. അപ്പോൾ ഈ സ്റ്റോക്കിലും എല്ലാ പാരാമീറ്ററും ഓവർ വാല്യൂഡ് ആണെങ്കിലും PEG റേഷ്യോ 0.80 മാത്രമാണ് കാണുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഗ്രോത്ത് സാധ്യത വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്കും നമുക്ക് അതിൻ്റെ PEയെ ന്യായീകരിക്കാവുന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ പരാമർശിച്ച ഈ സ്റ്റോക്കുകളെല്ലാം ഓൾറെഡി വലിയ റാലി നടന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇനിയൊരു റാലി വലിയ തോതിൽ ഈ സ്റ്റോക്കിൽ നടക്കണമെങ്കിൽ ഈ ബഡ്ജറ്റ് അലോക്കേഷൻ വലിയ തോതിൽ വർദ്ധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ ഓർഡർ ബുക്ക് വർദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മാത്രമേ ഇനി ഈ സ്റ്റോക്കുകൾ കാണാൻ കഴിയുള്ളൂ. കാരണം ഓൾറെഡി നടന്ന ആ ഒരു റാലി എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന 1, 2, 3 വർഷത്തെ ഈ കമ്പനികളുടെ ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന റാലിയാണ്. ആ ഒരു ലെവലിൽ നിന്നും ഈ സ്റ്റോക്കുകൾ ഇനിയൊരു റാലി നടക്കണമെങ്കിൽ വലിയ തോതിലുള്ള ആ ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ റെയിൽവേ സെഗ്മെൻറ്റിൽ വരികയും പല വിധത്തിലും ഞെട്ടിക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ റെയിൽവേയിൽ വരികയും ചെയ്താൽ മാത്രമേ മറ്റൊരു റാലി നമുക്ക് ഈ സ്റ്റോക്കുകളിൽ കാണാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്കുകളിൽ നോർമലായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അതൊരു 20%-ൻ്റെയോ 30%-ൻ്റെയോ ഒരു ഗ്രോത്ത് ആയിരിക്കും ഓരോ ഇയർലി CAGR നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ചില ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള വളറ്റിലിറ്റി ഈ സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും ഇനിയും കാണാൻ കഴിയും. അപ്പോൾ ഒരു വാല്യൂ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഈ സ്റ്റോക്കുകളിൽ നമ്മൾ അത്രമാത്രം വലിയ അമിത പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഒരു എൻട്രി ഈ സ്റ്റോക്കുകൾ എടുക്കുന്നത് ശരിയാവെന്ന് തോന്നുന്നില്ല. പക്ഷേ നോർമലായിട്ടുള്ള ഒരു ഗ്രോത്ത് സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പഠന വിധേയമാക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.